മുക്കി കഴിക്കണോ ഒഴിച്ച് കഴിക്കണോ എന്ന് ചിന്തിച്ചപ്പോഴേക്കും അവർ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവർ കഴിക്കണ പോലെ ഒന്ന് മുക്കി ഒന്ന് നക്കി, ഹോ, നമ്മുടെ ഇടിയപ്പം പോലൊരു നൂല് ഈ ഇരിക്കണ പാത്രത്തിൽ പായസത്തിൽ മുക്കി കഴിച്ചു നോക്കി. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ നെയ്യ് പുരട്ടിയ ഈ ചപ്പാത്തി മുക്കി ഒന്ന് കഴിച്ചപ്പോണ്ടല്ലോ, ഓ എന്താ ടേസ്റ്റ്. പിന്നെ ഉള്ള പായസം എടുത്തിട്ട് ആ ചപ്പാത്തിയിൽ കമഴ്ത്തി. ഇത് മൈസൂരിലെത്താൻ നേരത്ത് ഹള്ളിമന എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾക്ക് മീൽസിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ ബോളിയല്ലേ, ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ. കൂടെ 2 പൂരി ഉണ്ടായിരുന്നു. പിന്നെയാണ് ചോറ് കൊണ്ടുവന്ന് തന്നത്. തിരുവനന്തപുരത്ത് ഇത് ക്ഷേത്രപ്രസാദമായും ആഘോഷ വിഭവമായും ജനപ്രിയമാണ്. വീട്ടിലെത്തിയ ഉടനെ ഞാനിത് ഉണ്ടാക്കുന്നു മനസ്സിലപ്പം തന്നെ ഉറപ്പിച്ചു. മൈദപ്പൊടിയിൽ ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് മയത്തിലങ്ങോട്ട് കുഴച്ച് വെച്ച് കുതിർത്തി വേവിച്ച കടലപ്പരിപ്പ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് പഞ്ചസാരയും ജാതിക്ക ഏലക്ക പൊടിച്ചതും ചേർത്ത് അതും ഒന്ന് കുഴച്ച് ഓരോ ഉരുളകളാക്കി കുഴച്ച് വെച്ച മൈദപ്പൊടിയിൽ നിന്നും ഓരോ ഉരുള എടുത്ത് ഇത് രണ്ടും കൂടി പരത്തി ചൂടുള്ള ചട്ടിയിലൊന്ന് ഇട്ട് തിരിച്ചും മറിച്ചും വേവിച്ച് മുകളിൽ കുറച്ച് നല്ല നെയ്യും പുരട്ടിയാലുണ്ടല്ലോ ഈ ബോളിയും പായസത്തിൻ്റെ മധുരവും ഒരുമിച്ച് ആസ്വദിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ അനുഭവം ഉണ്ടല്ലോ, മതിയാകോളം ഉണ്ടാക്കി കഴിച്ചാലേ തീരൂ. ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും അറിയിക്കും. കഴിക്കാൻ താല്പര്യമുള്ളവർ അറിയിക്കണേ. ഇതാണ് കേട്ടോ ആ ഹോട്ടല്. കണ്ടാ മന പോലെ തന്നെ അതുപോലെ തൂണുകളൊക്കെ ഉണ്ട്. ഹോട്ടൽ ഹള്ളിമന. അതിനകത്ത് കുട്ടികളെ ആകർഷിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. മുമ്പൊക്കെ കുട്ടികൾക്ക് കളിക്കാനുണ്ടായിരുന്ന ഇരുന്നാടാനുള്ള മരക്കുതിര. നമ്മളവിടെ ഇപ്പോൾ അതങ്ങനെ കാണാറില്ല. കണ്ടപ്പോൾ കൗതുകം തോന്നി. ആകെ ഉണ്ടായിരുന്ന ഒരു കളിപ്പാട്ടങ്ങളായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് കളിക്കാൻ അനേകം കളിപ്പാട്ടങ്ങളുടെ ഒഴുക്കല്ലേ.